ശ്രുതിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല ക്ഷീണമുണ്ട്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ശ്രുതി, ആകപ്പാടെ നല്ല ക്ഷീണത്തിലാണല്ലോ, നല്ല പണിയാണോ? അതെ ആന്റി, നല്ല ജോലി തിരക്കായിപ്പോ, സീസൺ അല്ലേ, അതുകൊണ്ട് നല്ല പണിയാ, നല്ല ടയർഡായിട്ടുണ്ട് ഞാൻ. ആ, ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ ഒരാളും ചുമ്മാ ഇരുന്ന് റോഡരികി പോയി പൂ കിട്ടാൻ വേറൊരാളും. രേവതി ചോദിക്കാണ്, അമ്മ എന്താ വിചാരിച്ചേ, പൂ കിട്ടുന്ന ചുമ്മാ പണിയാണെന്നോ? ബ്യൂട്ടി പാർലറിനേക്കാളും ഇരട്ടി പണിയുണ്ട്. അമ്മ ഒരു ദിവസം ഒന്ന് പൂ കിട്ടി നോക്ക്, അപ്പ അറിയാം. AC മോരി ഇരുന്ന് ജോലി ചെയ്യുന്ന പോലല്ല, നട്ടാ കുറുക്കാത്ത വെയിലത്ത് പോയി നിന്ന് ജോലി ചെയ്യാന്നുള്ളത്. ആ കടയിൽ പോയി നിൽക്കുമ്പോളെ വെന്തൊരുകും. എന്നിട്ടും ഞാൻ ജോലിയെല്ലാം ചെയ്യാറുണ്ട്. ഇവളെ പോലെ ഇവർ രണ്ടുപേരും ഇവിടെ ജോലിക്ക് ഇറങ്ങിപ്പോകുമ്പം ഈ വീട്ടിലൊരു പണി പോലും ചെയ്യാറില്ല. അമ്മയും ഒന്നും ചെയ്യാറില്ല. അതെല്ലാം ചെയ്യുന്നതും ഞാൻ തന്നെയാ. പിന്നെന്തിനാ അമ്മ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നത്? വെറുതെ ആവശ്യമില്ലാതെ എന്തിനാ രാവിലെ എന്റെ വഴക്കുണ്ടാക്കാൻ വരുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയാണ്, ഓ ഒന്നും വേണ്ട, നിങ്ങളൊന്നും ഉണ്ടാക്കി തന്നാലും കുഴപ്പമില്ല. രാവിലെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് എന്റെ മൂഡ് ഓഫ് ആക്കാതിരുന്നാ മതി. എനിക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് തരുന്ന, അവർക്കെല്ലാം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ ഒരുക്കണം. അല്ലാതെ നിങ്ങളെപ്പോലെ ഒരേ രീതിയിൽ തന്നെ പോകട്ടിയാ പോരാ. രേവതി പറയുന്നുണ്ട്, ഓരോരുത്തരും ചെയ്യുന്ന ജോലികൾ അവരവന്റെ വലുത് തന്നെയാ. ഓരോ ജോലിക്കും അതിൻ്റെതായ മഹിമയുണ്ട്. അതുകൊണ്ട് ആരും ഓരോ ജോലിയെക്കുറിച്ചും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, അത് നല്ലത്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ലടി എന്താണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്? അത് പിന്നെ അമ്മേ, ഞാന് ഭൂരി ഉണ്ടാക്കിയത്. ഭൂരിയോ? എന്ന് നിന്റെ ഒരു ഭൂരി? നിന്റെ ഭർത്താവിന് ഭൂരി ഇഷ്ടമാണെന്ന് വെച്ച് എല്ലാവരും ഇത് കഴിക്കണമെന്നുണ്ടോ? ശ്രുതി പറയുന്നുണ്ട്, ഓ എനിക്കങ്ങ് വേണ്ടെങ്കില്. ഈ എണ്ണയൊക്കെ ഒരുപാട് കഴിച്ചാലേ ശരീരത്തിന് കേടാ. അത് ഇവളും ഇവളുടെ കെട്ടിനൊന്ന് കഴിച്ചോട്ടെ, ഞാൻ പോവാ. അയ്യോ മോളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോവല്ലേ. ഓ വേണ്ട ആന്റി. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രുതി, ഞാന് ഭൂരി മസാല വേണ്ടവർക്ക് കഴിച്ചാൽ മതി, ബാക്കിയുള്ളവർക്ക് ദോശയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, ഓ അത് നന്നായി മോളെ. ശ്രുതി, മോള് പോയി എടുത്തു കഴിക്ക്. അല്ല, ഈ ടേബിളെല്ലാം ഇരിപ്പുണ്ട്, വിളമ്പി കഴിച്ചാൽ മതിയല്ലോ എന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അവൾക്ക് പെട്ടെന്ന് വൊമിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അവള് പോയിട്ട് വാഷ് ബേസിൽ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ മോളെ, എന്ത് പറ്റി ശ്രുതി എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ചന്ദ്ര പുറംതിറങ്ങുന്നുണ്ട്. അറിയില്ലമ്മേ, എന്തോ പോലെ ആ കറയില് എന്തോ കിടക്കുന്ന പോലെ തോന്നി, അത് കണ്ടപ്പോ എനിക്ക് എന്തോ പോലെ. അപ്പോഴേക്കും രേവതി പാത്രത്തിൽ നോക്കുന്നുണ്ട്, ഇതിലൊന്നുമില്ലല്ലോ ശ്രുതി. ഓ, നിങ്ങൾക്കൊരു വൃത്തിയില്ല വീറുമില്ല, നിങ്ങൾ എന്തുണ്ടാക്കി വെച്ചാലും ഇങ്ങനെ തന്നെയാ, എന്തുണ്ടാക്കിയാലും ഒരു ഗുണവും ഇല്ല. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, അങ്ങനെയുള്ളവർക്കെ വേണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി കഴിച്ചണം. മറ്റുള്ളവര് രാവിലെ എഴുന്നേറ്റ് ഉറക്കം കളഞ്ഞ് ഉണ്ടാക്കി വെക്കുന്ന ഫുഡിനെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല, മനസ്സിലായല്ലോ? രേവതി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവരെ ഊട്ടാനായിട്ട്? നീയെ എനിക്കും നിനക്കും നമ്മുടെ അച്ഛനെ മാത്രം ഉണ്ടാക്കിയാൽ മതി. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിലേ ഉണ്ടാക്കി കഴിക്കട്ടെ, അല്ലെങ്കിൽ കടയിൽ നിന്ന് വരുത്തട്ടെ. നീ എനിക്ക് ഇങ്ങോട്ട് വിളമ്പ്. അതെ, ഛർദിക്കേണ്ടവര് പുറത്തെങ്ങാൻ പോയി ഛർദിച്ചോണം, ഇവിടെ എനിക്ക് കഴിക്കേണ്ടതാ എന്നും പറഞ്ഞ് സച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, മോളൊന്ന് കാര്യാക്കണ്ട, ഇവിടെ രണ്ടെണ്ണം ഉണ്ട് തീറ്റിപ്പണ്ടാരങ്ങള്, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമുള്ള ചിന്ത. അങ്ങനെ പറഞ്ഞ് ശ്രുതിനെ കൊണ്ട് ഇങ്ങനെ വരുന്ന വഴിക്കായിരിക്കും ശ്രുതിക്ക് തല ഇറങ്ങുന്നത്. പെട്ടെന്ന് ശ്രുതി തല ഇറങ്ങി താഴെ വീഴുന്നുണ്ട്. അയ്യോ ശ്രുതി എന്നും പറഞ്ഞിട്ട് രേവതി ഓടിച്ചില്ലെന്നുണ്ട്. സച്ചിയും അവിടെ പോയി നിൽക്കാണ്. അച്ഛനും ചന്ദ്രയൊക്കെ എന്താ മോളെ എന്തു പറ്റി ചോദിക്കുന്നുണ്ട്. ശ്രുതിക്ക് ബോധമില്ല. പെട്ടെന്ന് തന്നെ അച്ഛൻ പറയുന്നുണ്ട്, സച്ചി പെട്ടെന്ന് ശ്രുതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോ. അങ്ങനെ ശ്രുതിയെ എടുത്തുകൊണ്ട് സച്ചിയും രേവതിയും ചന്ദ്രയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയത്ത് അച്ഛൻ വിളിച്ചിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, എടാ നീ എവിടെയാ? ശ്രുതിയാണെങ്കിൽ ഒന്ന് തലയിറങ്ങി വീണു, നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ല്, അവരങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അയ്യോ, എന്റെ ശ്രുതിക്ക് എന്താ പറ്റിയത്? അതൊന്നും അറിയില്ല, നീ അങ്ങോട്ടേക്ക് ചെല്ല്. നല്ല കാര്യമാണോന്ന് എനിക്ക് സംശയമുണ്ട്. ആണോ അച്ഛാ എന്ന് പറഞ്ഞ് ശ്രുതി സന്തോഷത്തോടിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട് അവര്. അപ്പോഴും ശ്രുതിക്ക് ബോധം വന്നിട്ടില്ല. പെട്ടെന്ന് എല്ലാവരും ഭയങ്കര പാനിക്കാവുന്നുണ്ട്. എന്ത് പറ്റി ഇത്ര നേരമായിട്ടും ബോധം വരാത്തെന്ന് ഓർത്ത് എല്ലാം ടെൻഷൻ അടിക്കാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ICUലേക്ക് കയറ്റുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. അപ്പൊ തന്നെ ശ്രുതി ഓടി വരുന്നുണ്ട്. അകത്ത് കയറി ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പുറത്തു നിന്നിട്ട് പറയുന്നുണ്ട്, പേടിക്കണ്ട, BP ലോ ആയി പോയതാണ്, ബാക്കി എന്തെങ്കിലും ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ചന്ദ്ര പറയുന്നുണ്ട്, അവളെ പ്രഗ്നന്റ് ആണെന്ന് കൂടി നോക്കണം, കാരണം അവളൊന്ന് വൊമിറ്റ് ചെയ്തായിരുന്നു, തല ഇറങ്ങി വീഴുകയും ചെയ്തു. ഞാൻ ചെക്ക് ചെയ്യാം, എന്തായാലും പേടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. ഹോ, സമാധാനമായി. BP ലോ ആയതാ, അതങ്ങനാ, രാവിലെ രണ്ടെണ്ണം ഉണ്ടല്ലോ,
ആ മോളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് വന്ന് കഴിക്കാതിരുന്നപ്പോ തന്നെ അവളെ ഓർന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് വിഷമിപ്പിക്കായിരുന്നു. പിന്നെ അങ്ങനെ മോക്ക് സന്തോഷമായിട്ടൊന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്നത്? BP പിന്നെ കുറഞ്ഞു പോയെങ്കിലേ സംശയമുള്ളൂ. ബാക്കിയുള്ളവർക്ക് നിങ്ങൾ കാരണം BP കൂടിക്കൊണ്ടിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. സുദീപ് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ദേ അമ്മേ, ഹോസ്പിറ്റലാണെന്നും ഞാൻ നോക്കില്ല കേട്ടോ, മര്യാദക്ക് ഇരുന്നോണം, അല്ലെങ്കിൽ എന്റെ വായിന്ന് എല്ലാരും കേൾക്കും. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ മിണ്ടാതിരിക്ക്, ഹോസ്പിറ്റലായത് ഒരുപാട് സുഖമില്ലാത്തവരൊക്കെ വരുന്നവരാ, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നും പറഞ്ഞ് സച്ചിയും കൂട്ടി അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രനെ ഡോക്ടർ വിളിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, അതെ കുട്ടി പ്രഗ്നന്റ് ഒന്നും അല്ല, BP ലോ ആയിപ്പോയതുകൊണ്ട് വൊമിറ്റിംഗ് അങ്ങനെ സാധാരണ ഉണ്ടാവാറുള്ളതാ, അതുകൊണ്ട് തലയിറങ്ങി വീണത്. അല്ല, നിങ്ങൾ എനിക്ക് ഒരുപാട് കാലം കൊണ്ട് അറിയാവുന്നതാണല്ലോ. കഴിഞ്ഞ തവണയും ചെക്കപ്പിന് വന്നപ്പോ യൂറിൻ തന്ന് ടെസ്റ്റ് ചെയ്തപ്പോ കുട്ടി പ്രഗ്നന്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ. കഴിഞ്ഞിട്ട് ഇപ്പം 1 മാസം ആയതേ ഉള്ളൂ. എന്തായാലും ഞാനിപ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ മേഡം? അല്ല, ചന്ദ്ര മേഡം കുറെ കാലം കൊണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണല്ലോ കാലുവേദനയ്ക്കൊക്കെ ആയിട്ട്. മേഡത്തിന്റെ മോന്റെ കല്യാണം ആദ്യ വിവാഹം തന്നെയല്ലേ? അതെന്താ ഡോക്ടറെ അങ്ങനെ ചോദിച്ചത്? ഡോക്ടർക്ക് ശ്രുതി അറിയില്ലേ? തലവേദനയായിട്ട് അവൻ 1-2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം ശ്രുതിയെ, അതുകൊണ്ട് തന്നെ ചോദിച്ചത്. ഈ ശ്രുതി എന്ന് പറഞ്ഞ പെൺകുട്ടി ശ്രുതിയുടെ ഭാര്യയല്ലേ? അതെ. എത്ര കാലമായി അവർ വിവാഹം കഴിഞ്ഞിട്ട്? ഇപ്പം 1 വർഷം ആവുന്നേ ഉള്ളൂ. അല്ല, ആ പെൺകുട്ടി നേരത്തെ വിവാഹം കഴിച്ചതാണോ? അയ്യോ അല്ല, മലേഷ്യയിലുള്ള വലിയ കാശുകാരന്റെ മോളാ, കോടീശ്വരന്റെ മോളാ. രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ച് കെട്ടിയതാ. ആണോ? എങ്കിൽ എനിക്ക് തോന്നിയായിരിക്കും. എന്താ മേഡം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അല്ല, ഞാൻ ടെസ്റ്റ് ചെയ്ത് വെച്ച് ആ കുട്ടി ഒന്ന് പ്രസവിച്ചതാ. അയ്യോ മേഡം എന്തൊക്കെയാ പറഞ്ഞേ? മേഡത്തിന് തെറ്റുപറ്റിയായിരിക്കും. ഒരിക്കലും അതിന് ചാൻസ് ഇല്ല. മോളെ ഒരേ ഒരു പുത്രിയ ആ കോടീശ്വരന്റെ. അതല്ല ചന്ദ്ര, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഡോക്ടറാണ്. അവരെ കാണുമ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കഴിഞ്ഞ തവണ പോലും ഞാന് ഇതിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചപ്പോ ആ കുട്ടി ഒന്ന് മിണ്ടാതെ ഇറങ്ങിപ്പോവാ ചെയ്തത്. അത് മാത്രല്ല, ബോഡി ചെക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇത്തവണ അവര് BP കുറവോട്ട് വന്നപ്പോഴും എനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ടാ ഞാൻ ചെക്കപ്പ് ചെയ്ത് നോക്കിയത്. അതില് എനിക്കൊരു കാര്യം മനസ്സിലായി, അവരൊന്ന് നേരത്തെ പ്രസവിച്ചതാ. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലേ അതും ചെയ്തോ. ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ശ്രുതി ഓൾറെഡി പ്രസവിച്ച പെണ്ണ് തന്നെയാണ്. അതും ഇപ്പോഴൊന്നും അല്ല, 8-9 വർഷം മുമ്പ് പ്രസവിച്ചേക്കുന്നേ. ഒരു ഡോക്ടറായി എനിക്ക് അതൊക്കെ മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ആകെപ്പാടെ ഞെട്ടിയിരിക്കുകയാണ്. അല്ല ഡോക്ടറെ, ഡോക്ടർക്ക് മാറിപ്പോയെന്നും അല്ലല്ലോ? തീർച്ചയായിട്ടും അല്ല. ഒന്നെങ്കിൽ ആ കുട്ടി നിങ്ങളെ പറ്റിക്കാണ്, അല്ലെങ്കിൽ പിന്നെ ഇത് സുധീരെ കുട്ടി തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല ഡോക്ടറെ, സുധീരെ ആദ്യ വിവാഹമാണ്. ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് പോലും 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. കണ്ടുമുട്ടി ഒരു 2 മാസത്തിനുള്ളിൽ വിവാഹമായിരുന്നു. ഈ കുട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിയോ? ഇല്ല, അമ്മ മരിച്ചുപോയി. ഒരിളയച്ചനും അച്ഛനും മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും ഭയങ്കര കോടീശ്വരന്മാരാ, മലേഷ്യയിലാ. ഇവർ നിങ്ങൾ വരുമ്പോ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇളയച്ചനെ കണ്ടിട്ടുണ്ട്, അച്ഛനെ കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങളൊന്ന് കരുതിയിരിക്കുന്നതും അന്വേഷിക്കുന്നത് നല്ലതാ. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. നിങ്ങൾ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അത് പിന്നെ ഡോക്ടറെ, BP കുറഞ്ഞല്ലേ ഉള്ളൂ? അതേ ഉള്ളൂ. അല്ല ശ്രുതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആദ്യം പ്രസവിച്ചതല്ലേ? അപ്പോഴേക്കും ശ്രുതി ഞെട്ടലോട് കൂടിയിട്ട് ചന്ദ്രനെ നോക്കുന്നുണ്ട്. എന്താടി മറുപടി പറയാത്തത്? മറുപടി പറടി. അയ്യോ ഡോക്ടറെ, അങ്ങനെ പറയുന്നേ? ഞാൻ പ്രസവിച്ചിരുന്നില്ല. എനിക്ക് 10-26 വയസ്സല്ലേ ആയുള്ളൂ. ഞാൻ ഇപ്പോഴാണ് വിവാഹം കഴിച്ചത്, 1 വർഷം ആയുള്ളൂ. ശ്രുതി, ഞാനൊരു ഡോക്ടറാ, എന്നോട് കള്ളത്തരം പറയരുത്. നിന്റെ അമ്മായിമ്മയാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മറച്ചു വെക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങക്ക് സംശയം ഉണ്ടെങ്കിലേ വേറെ ഡോക്ടറെ പോയി കണ്ടു നോക്ക്, അപ്പം റിസൾട്ട് അറിയാലോ എന്നും പറഞ്ഞിട്ട് ഡോക്ടർ പോയിക്കോളാൻ പറയുന്നുണ്ട്. ചന്ദ്ര ആകപ്പാടെ ദേഷ്യം വന്ന് കരുതുള്ളി നിൽക്കാണ്. പക്ഷെങ്കിൽ ശ്രുതിക്കേണ്ടി ശ്രുതി ആലോചിച്ചത് ചന്ദ്രയാണല്ലോ. പുറത്തേക്ക് പോയി ഇതെങ്ങാനും പറഞ്ഞാല് രേവതിന് മുമ്പിൽ താൻ നാറിപ്പോവെന്നും കരുതി ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ശ്രുതി ഓടിച്ചെന്ന്, ശ്രുതി മോളെ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ചന്ദ്രയോട് ചോദിക്കാണ്. അമ്മേ, എന്റെ മോക്ക് എന്താ പറ്റിയത്? അവളല്ലേ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് അവളോട് ചോദിച്ചൂടെ? അത് പിന്നെ ശ്രുതി, എന്റെ BP കുറഞ്ഞു പോയതാ, വേറെ കുഴപ്പമൊന്നുമില്ല. ആണോ? നീ ബാ, പോയി റെസ്റ്റ് എടുക്കാം, നീ ജോലിക്കൊന്നും പോകണ്ട എന്നും പറഞ്ഞ് അവളെ അടക്കി പിടിച്ചുകൊണ്ട് ശ്രുതി പോകുന്നുണ്ട്. ഇത് കാണുമ്പം ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയാണ്, അല്ല അമ്മയുടെ മുഖഭാവം കണ്ടിട്ട് അത്രയ്ക്ക് പന്തിയല്ലല്ലോ. എന്ത് പറ്റി അമ്മേ? എന്ത് പറഞ്ഞു ഡോക്ടർ? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞെങ്കിൽ തന്നെ നിന്നോടൊന്നും പറഞ്ഞ കാര്യം എനിക്കില്ല.
നീ നിന്റെ ഭാര്യയും എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുകയാണല്ലോ, ബാക്കിയുള്ളവരെ കളിയാക്കാനും അവരുടെ ജീവൻ എടുക്കാനും. അതുകൊണ്ടേ ഒന്നും പറഞ്ഞില്ല, മിണ്ടാരണ്ടിന് പോയാൽ മതി, അത്രയൊക്കെ സമാധാനം എന്നും പറഞ്ഞിട്ട് ചന്ദ്ര പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ മുറിയിലേക്ക് പോവാണ്. അവൾക്ക് ആകെപ്പാടെ ടെൻഷനും പേടിയൊക്കെ ആയി. ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പോഴേക്കും ചന്ദ്ര കഥകം തുറന്ന് അകത്തേക്ക് വന്ന് കഥക് വലിച്ചടക്കുന്നുണ്ട്. ഡി, നീ എന്താടി എന്നെ മണ്ടിയാക്കാൻ ശ്രമിച്ചോ? സത്യം എന്തായാലുവേ അത് പുറത്തു വരും എന്നും പറഞ്ഞ് ശ്രുതിയുടെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട്. ആന്റി എന്തൊക്കെയാ പറയുന്നേ? ഡോക്ടർ പറഞ്ഞൊക്കെ ആന്റി അങ്ങ് വിശ്വസിച്ചോ? അവരെ ഒരു ഡോക്ടറാ, അതും ഗൈനക്കോളജിസ്റ്റ്. അവർക്കറിയാം ഒരു പെണ്ണ് പെറ്റതാണോ പ്രസവിക്കത്തില്ലേ എന്നുള്ളതൊക്കെ. നീ എന്താടി എല്ലാവരും മണ്ടമാരെന്ന് കരുതിയിരിക്കുകയാണോ? അത് പിന്നെ ആന്റി, ഞാൻ പലതവണ എന്താടി പലതവണ അത് ഞാൻ പലതവണ ശ്രുതിയോടും അമ്മയോടൊക്കെ പറയാൻ ശ്രമിച്ചതാ എനിക്കൊരു കുട്ടിയുണ്ടെന്ന്. ചന്ദ്ര അപ്പോഴേക്ക് ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞൊക്കെ ശരിയായിരുന്നല്ലേടി എന്നും പറഞ്ഞിട്ട് അവളെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. അയ്യോ അമ്മേ, ആന്റി ദയവ് ചെയ്ത് എന്നെ അടിക്കല്ലേ എന്നും പറഞ്ഞിട്ട് അവളുടെ കാലെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ചീ, കാലെന്ന് കൈയെടുക്കടി എന്നും പറഞ്ഞ് വീണ്ടും ശ്രുതി തള്ളി താഴിടുന്നുണ്ട്. പറടി, പറ, നീ എന്റെ മോനെ ചതിക്കായിരുന്നല്ലേ? നിന്റെ അച്ഛൻ മലേഷ്യയിലാണ്, നിന്റെ അമ്മ ചത്തുപോയി എന്നൊക്കെ പറഞ്ഞാണല്ലോ നിന്റെ ഷോയുടെ. ഇപ്പൊ മനസ്സിലായി നിന്റെ എല്ലാ കളത്തങ്ങളാണെന്ന്. അയ്യോ ആന്റി, അതൊന്നും അല്ല. ആന്റിക്ക് അറിയോ, 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോ എനിക്ക് അടുത്താത്ത പ്രായത്തിലാ എന്നെ വിവാഹം കഴിപ്പിച്ചത്. അയാളൊരു ക്രൂരനായിരുന്നു. അയാളുടെ കുട്ടി അയാൾ മരിച്ചും പോയി. അതിനുശേഷം എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു ഞാന്. എന്റെ അമ്മയും മരിച്ചു. അങ്ങനെ സാഹചര്യത്തിലാ എന്നെ ഞാന് ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് നിന്റെ കൊച്ചെന്ത് തേടി? അത് പിന്നെ പ്രസവത്തോടുകൂടി തന്നെ കുട്ടി മരിച്ചുപോയി. ഇതൊക്കെ സത്യമാണോടി? അതെ, പ്രസവത്തോടുകൂടി ആ കുട്ടി മരിച്ചുപോയി. അതുകൊണ്ട് പിന്നീട് വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജീവിക്കായിരുന്നു. അപ്പോഴാ ശ്രുതിയെ കണ്ടത്. ശ്രുതിയെ കണ്ടപ്പോ തന്നെ എല്ലാം പറഞ്ഞെന്ന് ഞാൻ കരുതിയതാ. കല്യാണം തലേത് പോലും ഞാൻ അവനെ വിളിച്ചതുവാ. പക്ഷെങ്കിൽ അതൊന്നും കേൾക്കാൻ ശ്രുതി താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ടാ ആന്റി, എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്റെ അച്ഛനെ വിളിപ്പിക്കാം. അച്ഛൻ ഇങ്ങോട്ടേക്ക് വരും. എന്ത് വേണമെങ്കിലും അച്ഛൻ ചെയ്തു തരും. ഈ വീടിനെ ആധാരം പണയപ്പെടുത്തിയത് അത് അച്ഛൻ എടുത്തു തരും. ശ്രുതിക്ക് ആ കാനഡയിലെ ജോലി അത് മേടിച്ചു കൊടുക്കും. പിന്നെ ആന്റിയുടെ കയ്യിലേക്ക് 1 കോടി രൂപയുടെ ഒരു സമ്മാനം കൊണ്ടാ അച്ഛൻ വരുന്നത്. അപ്പോഴേക്ക് ചില മനസ്സ് മാറുന്നുണ്ട്. 1 കോടി രൂപയുടെ എന്ത് സമ്മാനം? അതെ, ഇപ്പൊ മാർക്കറ്റിലുള്ള വില കൂടിയ ഒരു കാറാ ആന്റി. അത് ആന്റിക്ക് സമ്മാനമായിട്ട് തരണമെന്നാ അച്ഛന്റെ ആഗ്രഹം. അത് തന്ന് അതിൽ കൂടി ആന്റി ഈ നാട്ടുകാരുടെ മുമ്പിൽ കൂടെ പോണം. എന്റെ ആന്റിയുടെ വെയിറ്റ് എല്ലാവരും ഒന്ന് അറിയണം. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എല്ലാം ശരിയാ, പക്ഷെ നീ ഞങ്ങളെല്ലാരും പറ്റിച്ചു. നീ ഒരു കുട്ടിയുടെ അമ്മയാണെന്നുള്ള കാര്യം നീ പറഞ്ഞില്ല. എന്തായാലും എനിക്ക് നിന്റെ കാറും ഒന്നും വേണ്ട. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പുറത്തേക്ക് പോയിക്കോ ഇന്ന് ചന്ദ്ര പറയുമ്പോ, ആന്റി അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ എവിടെ പോവാനാ ആന്റി? ഇതല്ലേ എന്റെ വീട്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. 18 വയസ്സില് 8 മുട്ടും നിലത്ത് പ്രായത്തില് എന്റെ അച്ഛനമ്മയ്ക്ക് പറ്റിയ ഒരബദ്ധമാണ്. കാശുകാരണം നോർത്ത് അയാളെ വിവാഹം കഴിപ്പിച്ചതാ. പക്ഷെ അയാളുടെ നോട്ടം എന്റെ കാശ് മാത്രമായിരുന്നു. അയാള് എന്നോട് ഒന്നും സ്നേഹിച്ചിരുന്നില്ല. ആ കുഞ്ഞും അതോടുകൂടി തന്നെ പോവുകയും ചെയ്തു. ആന്റി പ്ലീസ് ആന്റി, ഞാൻ കാല് പിടിക്കാം. ഇവിടെ വിട്ടാല് എനിക്കൊരു വേറെ നിവൃത്തിയില്ല. ആന്റിക്ക് അറിയാലോ, എൻ്റെ അച്ഛൻ്റെ ഒറ്റ മോളാ ഞാന്. മലേഷ്യയിലെ ബിസിനസ്സൊക്കെ തഴച്ചു വളരുന്നു, ഇനി തഴച്ചു വളരും. എൻ്റെ അച്ഛനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. അച്ഛനിനി 1 മാസം കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്നാ പറഞ്ഞേ. കോടിക്കണക്കിന് സ്വത്തുണ്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ. അതെല്ലാം എനിക്കുള്ളതാ. ഇനി പിണക്കൊക്കെ മറന്ന് ഞാൻ പോയി മേടിക്കാൻ പോവാം. ആ സ്വത്തുക്കൾ മുഴുവനും ആന്റിയുടെ പേർക്ക് ഞാൻ എഴുതിത്തരും. നീ എഴുതിത്തരുവോ? പിന്നെ അതിന് സ്വത്തോരായിട്ട് വേണ്ടേ നീ എഴുതിത്തരാനായിട്ട്? അല്ലാണ്ടി, ഞാൻ പറഞ്ഞ സത്യമാണ്. എൻ്റെ അച്ഛന് എങ്ങനെ പോയാലും 10-200 കോടി രൂപയുടെ സ്വത്തുണ്ട്. അത് മുഴുവനും ആന്റിക്ക് തരും. 200 കോടിയോ? വേണ്ട, ഇത്രയും കളത്തിലും പറഞ്ഞ് നീ ഇതും കളത്തിലല്ലെന്ന് ആര് കണ്ടു? അല്ലാണ്ടി, ഞാൻ സത്യമായിട്ടും പറയുവാ, കാശൊക്കെ എൻ്റെ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ച് കാണിക്കാം. പിന്നെ കുറെ കാലം കൊണ്ട് നീ പറയാണല്ലോ നിന്റെ അച്ഛനെ വിളിക്കാന്ന്. എന്നിട്ട് എന്ത് ചെയ്യടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവളാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഒരാളെ വിളിക്കാണ് കേട്ടോ. വീഡിയോ കോളാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അയാളോട് പറയുന്നുണ്ട്, അല്ല എൻ്റെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മോളെ, ജയിലിലല്ലേ? അച്ഛൻ ജയിലില, അതുകൊണ്ട് കാണാനൊന്നും പറ്റില്ല. കണ്ടോ അമ്മേ, അച്ഛൻ ജയിലിലായതുകൊണ്ടാ ഇങ്ങനെ തരകടയായിരിക്കുന്ന ഞാൻ ഓർത്തു. അല്ലെങ്കിൽ തന്നെ ജയിലിൽ കിടന്ന അച്ഛൻ നിന്നെ എങ്ങനെ വിളിക്കാനാ? അല്ല ഇതാരാ? അടുത്ത എല്ലാവരും ആണോ? അത് പിന്നെ ഇതെന്റെ അച്ഛന്റെ കമ്പനിയിലെ ജോലി നിന്നൊരു സ്റ്റാഫാ. അച്ഛന്റെ കമ്പനിയൊക്കെ കാണിക്കാൻ ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കാണിക്കാൻ പറയാണ്. അപ്പം അയാളുടെ ബാക്ക്ഗ്രൗണ്ടില് ശ്രുതി എന്ന് പറഞ്ഞ പേരിൽ കുറെ കമ്പനീസും പ്രോപ്പർട്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ശ്രുതിയുടെ അച്ഛന്റെ ആണ്. ഇപ്പൊ തൽക്കാലം നിർത്തി വെച്ചിരിക്കാം. 1 മാസം കഴിഞ്ഞാൽ എല്ലാം റീസ്റ്റാർട്ട് ചെയ്യും. ഇതുപോലെ തന്നെ ശ്രുതിക്ക് ഒരുപാട് സ്വത്തുണ്ട്. അച്ഛൻ വന്നോണ്ട് അങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് കുറെ വിശ്വാസമാകുന്നില്ലെങ്കിൽ പോലും ആ ശ്രുതിയുടെ പേര് കാണുമ്പോൾ ചേച്ചി വിശ്വാസമാകുന്നുണ്ട് കേട്ടോ. ഈ
ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഇവളവളുടെ ഫ്രണ്ടിനെ വിളിച്ച് എല്ലാം ഏർപ്പാടാക്കിയിരുന്നു. ആ ഫ്രണ്ടാണ് അതെല്ലാം അങ്ങനെ സെറ്റാക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, അമ്മയെ സത്യമായിട്ട് ഞാൻ പറഞ്ഞതാ, എത്ര കോടി രൂപ വേണമെങ്കിലും എനിക്ക് തരാം, ദയവ് ചെയ്ത് എന്നോട് അമ്മ ക്ഷമിക്കണം. ആർക്കും ഒരു അബദ്ധം പറ്റില്ലേ, ചെറിയ പ്രായത്തിൽ എനിക്ക് സംഭവിച്ചു പോയതാ, അച്ഛന്റെ അമ്മയുടെയും ഒരു ഒരു ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതാ. ഇപ്പൊ ഇനി ഒന്നുമില്ല, ദയവ് ചെയ്ത് ശ്രുതി എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ഇനിയിപ്പോ എന്നെ അമ്മ അവന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടാ പോലും അവന് രണ്ടാം കെട്ടുകാരനായിരിക്കും. ഇനി അവനെ കിട്ടാൻ വരുന്ന പെണ്ണും എങ്ങനെ പോയാലും അതും ഒരു രണ്ടാം കെട്ടുകാരൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് ചന്ദ്രയോട് പറയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ശരി ശരി, എന്തായാലും ഈ കാര്യം ഞാനൊന്ന് അന്വേഷിക്കട്ടെ, നിന്റെ അച്ഛന്റെ കാര്യങ്ങൾ സത്യമാണോന്നേ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അച്ഛനവിടെ ജയിലിലല്ല, നിനക്ക് അങ്ങനെ സ്വത്തും ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഇല്ലെന്നൊക്കെ ഞാനൊന്ന് അറിയട്ടെ, അന്നേ നിന്റെ അവസാനമായിരിക്കും. തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കാം, കൃത്യം 1 മാസം, അതിനിപ്പുറം എനിക്ക് അതിന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടിയിരിക്കണം എന്നും പറഞ്ഞ് നിന്റെ അച്ഛനോട് വരണം, സ്വത്തുക്കളും കൊണ്ടുവരണം, എന്റെ പേരിലേക്ക് എല്ലാം രജിസ്റ്റർ ചെയ്ത് തരണം, അങ്ങനെയുണ്ടെങ്കിൽ മാത്രം നിനക്കിവിടെ നിൽക്കാം. ഇന്നേക്ക് 30 നാൾ, അതിൽ കൂടുതൽ സമയം ഞാൻ തരില്ലെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പുറത്തേക്ക് പോകുന്നുണ്ട്. ശ്രുതി ഓർക്കാണ്, ഈശ്വര, ഇന്നേക്ക് 15-ാം നാളോ, ഇവരുടെ കയ്യില് ഞാൻ എങ്ങനെ കൊടുക്കും എന്റെ സ്വത്തുക്കള്, അതുപോലെ എന്റെ അച്ഛനെ ഞാൻ എവിടെ നിന്നിട്ട് കാണിക്കാനാ? ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായിരിക്കാണ് ശ്രുതി. എങ്കിലും കാശിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തനിക്കൊരു കുട്ടിയുള്ള കാര്യം പോലും കാര്യമാക്കാതെ ചന്ദ്ര പോയതുകൊണ്ട് തന്നെ അവക്കും കുറച്ച് സമാധാനമാവുന്നുണ്ട്. ഹോ, വലിയൊരു ആശ്വാസമായി. എന്തായാലും ഇനി ഇത് മറ്റാരും അറിയാൻ ശ്രദ്ധിക്കണം, അവരെ എങ്ങനെയെങ്കിലും വലയിലാക്കണം എന്നൊക്കെ ശ്രുതി ആലോചിക്കാണ്.